പൊന്നു ഡി പൊന്നു, നീ ഇന്ന് സ്കൂളിൽ ഫോൺ കൊണ്ടുപോയോ? ഇല്ല. മിസ് വിളിച്ചായിരുന്നല്ലോ നീ സ്കൂളിൽ ഫോൺ കൊണ്ടുപോയെന്ന് പറഞ്ഞേ. മറ്റു ടീച്ചേഴ്സും കംപ്ലൈൻറ്റ് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നോട് പറയുവാ സ്കൂളിൽ ഫോൺ കൊടുത്തു വിടല്ലേ എന്ന്. അതെങ്ങനെയാ? എനിക്ക് പറയാൻ പറ്റുമോ എന്നോട് പോലും ചോദിക്കാതാ ഫോൺ കൊണ്ടുപോകുന്നതെന്ന്? ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ ഫോൺ കൊണ്ടുപോകും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അമ്മ അടുക്കളയിൽ പോയി വല്ല പണി നോക്കും. പഠിക്കാതെ ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന നിന്നോടും പറയാം അടുക്കളയിൽ പോയി പണിയെടുക്കാൻ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ സാഹചര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ നിൻ്റെ അവസ്ഥ അതല്ല. ഏതു നേരം ഈ ഫോണിൽ നോക്കി കളയുന്ന സമയമുണ്ടല്ലോ, ഇതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് ഓർത്തു. ഏയ്, നീ പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്ക് പഠിക്കാനുണ്ട്. ഇതായിരുന്നോ നിനക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ഇത്ര നേരം പഠിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തത്. ഇതെന്തൊരു കഷ്ടമാ. ഞാൻ എന്തോ എപ്പോഴും മെഷീനെ പോലെ പഠിച്ചോണ്ടിരിക്കണോ? അമ്മ ഒന്ന് പോവാമോ? എന്നെ നിനക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ പപ്പയോട് നീ എന്തോ പറയും? എന്നും രാത്രി വിളിച്ച് അവൾ പഠിക്കുന്നുണ്ടോമേ പഠിക്കുന്നുണ്ടോമേ എന്ന് നിന്റെ ചേട്ടനോട് നീ എന്തോ പറയും? അവൻ മിടുക്കൻ. അവൻ ഈ +2 പഠിക്കുന്ന സമയത്ത് ഈ മൊബൈലും എല്ലാം എടുത്ത് കളഞ്ഞിട്ടേ കുത്തിയിരുന്ന് പഠിച്ച് എൻട്രൻസ് പാസ്സായി ഇപ്പം മെഡിസിന് പഠിക്കുക. നീ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നോടി ഞങ്ങളെ നാണം കെടുത്താൻ. ഓ ശരി. ഫുഡൊക്കെ കഴിച്ചാ? ഞാൻ കഴിച്ചു. ഇവിടെ ഉണ്ട്. ബോർഡ് എക്സാമിന് 1 മാസം കൂടെ ഉള്ളൂ. മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. എക്സാമിന് മാർക്ക് കിട്ടിയോ മോളെ? ആ, കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ 1 മാസം പോലും ഇല്ലല്ലേ? ആ, പിന്നെ ഞാൻ പറഞ്ഞ ഇയർബഡ്സിന്റെ കാര്യം എന്തായി? അത് നമ്മുടെ റോയുടെ കയ്യിൽ ഞാൻ കൊടുത്തുവിടാം കേട്ടോ മോളെ. ആ, പഠിക്കുന്നുണ്ടോടി നീ? ആ പഠിക്കുന്നുണ്ട്. അമ്മച്ചി, എനിക്ക് നാളെ തൊട്ട് ലീവ്. അപ്പൊ ഞാൻ രാത്രി തന്നെ കേൾക്കും കേട്ടോ. ആ, ഓക്കെ ഓക്കെ, ബൈ. എടി, ഞാൻ മറ്റേ റീലിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ച. നമുക്ക് സൺഡേ പോയി എടുത്താലോ? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? മനുഷ്യനെ ഉള്ളതല്ലേ എപ്പൊ പഠിച്ചു തീർക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. നീ എല്ലാം പഠിച്ചിട്ടിരിക്കുവായിരിക്കുമല്ലേ? ആ ബെസ്റ്റ്. ഞാൻ ഇവിടെ ബുക്ക് പോലും തുറന്നിട്ടില്ല. മോഡൽ എക്സാമിന്റെ പേപ്പർ ഒന്നും ഞാൻ എല്ലാത്തിനും പൊട്ടി. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ മോഡൽ എക്സാം കഴിഞ്ഞോ? ഇതാരാ ഈ പറയുന്നത്? 10ാം ക്ലാസ്സിൽ വെച്ചല്ലേ മറ്റേ ടെസ്റ്റിൽ എന്തോ 1 മാർക്ക് പറഞ്ഞപ്പോ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിരുന്നേ. എന്റെ അമ്മയൊക്കെ പറഞ്ഞ എപ്പോഴും നിന്നെ കണ്ട് പഠിക്കാനാ. ഇത് കേട്ട് കേട്ടിട്ട് മനുഷ്യന് മടുത്ത്. എന്താ ഒന്നും പഠിക്കാത്ത? എന്ത് പറ്റി? നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ടൈം ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് എന്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. ശരി എന്നാ, ഞാൻ പോട്ടെ, പഠിക്കാനുണ്ട്. ഗുഡ് നൈറ്റ്. 10ാം ക്ലാസ്സിൽ വെച്ചല്ലേ മറ്റേ ടെസ്റ്റിൽ എന്തോ 1 മാർക്ക് പറഞ്ഞപ്പോ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിരുന്നേ.
അമ്മയൊക്കെ പറഞ്ഞ എപ്പോഴും നിന്നെ കണ്ടു പഠിക്കാനാ. നീ ഇവിടെ ഇങ്ങനെ കുത്തി ഇരുന്നോടി, ഞങ്ങളെ നാണം കെടുത്താൻ. ചേട്ടനപ്പോ ഒന്ന് ഞാൻ രാത്രി തന്നെ വന്നു. നീ നല്ല ഉറക്കമായിരുന്നടി. എന്തോടി ഒരു വിഷമം? അത് ചേട്ടാ, ഫൈനൽ എക്സാമിന് ഇനി 1 മാസം കൂടെ ഉള്ളൂ. ഞാനാണെനിക്കൊന്നും പഠിച്ചിട്ട് പോലും ഇല്ല. ഫെയിൽ ആവുമെന്ന് എനിക്ക് പേടി. ഇതാണ് അത്ര വലിയ വിഷമം. ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഫോൺ ഫുട്ബോളും ആയിരുന്നു. കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ട്യൂഷനൊക്കെ പോകുമ്പോൾ ഞാൻ പോയിട്ടേ ഇല്ല അമ്മ പറഞ്ഞിട്ട് മടിയായിരുന്നു. മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പപ്പയെ വിളിച്ചു. മോഡലൊന്നും മാർക്കില്ലാത്തതുകൊണ്ട് ഫൈനൽ എക്സാം എഴുതിപ്പിക്കത്തില്ല എന്നും പറഞ്ഞു. പപ്പ പിന്നെ റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ടാണ് ഫൈനൽ എക്സാം എഴുതാനെ സമ്മതിപ്പിച്ചത്. അത്രയും നാളും പഠിക്കാത്ത ഞാൻ ഫുൾ കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയില്ലേ, അത് ഞാൻ പള്ളി വായിച്ചു കേട്ടു. 1-ാം മണിക്കൂറിൽ ജോലിക്ക് വന്നവർക്കും 11-ാം മണിക്കൂറിൽ ജോലിക്ക് വന്നവർക്കും ഒരേ പ്രതിഫലം ലഭിക്കുകയും മുൻപന്മാർ പിൻപിലും പിൻപന്മാർ മുൻപിലുമാകുമെന്ന് പറഞ്ഞു ആ കഥ. അപ്പോഴെനിക്ക് മനസ്സിലായി, നമ്മൾ എപ്പോൾ തുടങ്ങുന്നു എന്നതിലല്ല, തുടങ്ങുന്നു എന്നതിലാണ് കാര്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കുത്തിയിരുന്ന് പഠിച്ച്. 1 മാസം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയില്ല. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഞാൻ സ്കൂൾ ടോപ്പറായി, എൻട്രൻസും കിട്ടി. ഇപ്പോൾ അതാ മെഡിസിൻ ചെയ്യുന്നു. പൊന്നു, നമ്മൾ നമ്മളുടെ ഭാഗം ചെയ്താൽ ദൈവം ദൈവത്തിൻ്റെ ഭാഗം ചെയ്തുള്ളൂ. നിനക്കിനി 1 മാസമുണ്ട്. ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു മാനേജ്മെന്റിലെ ഹൈറാർക്കിയൽ പൊസിഷൻസിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. മക്കളെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടോപ്പ് ലെവൽ. ഒരു മാനേജ്മെന്റിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, ചീഫ് സെയിൽസ് ഓഫീസർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് സാർ. കൃത്യമായിട്ട് എക്സാമ്പിൾ തന്നെ പരീക്ഷിക്കും.